ഇന്ന് പറയാൻ പോകുന്ന വചനം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ ദൈവം ഒരു മാൻഡേറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക നിയോഗം ദൈവം ഏൽപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തീർച്ചയായിട്ടും ദർ ഇസ് എ സ്ട്രോങ് റീസൺ ഫോർ ഇറ്റ് ടു ഹാപ്പൻ. അത് നടക്കേണ്ടത് ദൈവത്തിൻ്റെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ സമയം കടന്നു പോയെങ്കിലും വീണ്ടും സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്ന പാസ്റ്ററിനോട് നന്ദി പറയുന്നു. നമ്മൾ അധികം വൈകാതെ തന്നെ ടെക്സ്റ്റിലേക്ക് കടക്കുകയാണ്. മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളത്. നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന ടോപ്പിക് സിമ്പിളാണ്. സ്പിരിച്വൽ ഹങ്കർ വേഴ്സസ് സ്പിരിച്വൽ സ്റ്റാർവേഷൻ. അതായത് ആത്മീകമായിട്ടുള്ള വാഞ്ച ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആത്മീകമായിട്ടുള്ള വാഞ്ചയല്ല. ആത്മീകമായിട്ടുള്ള വാഞ്ച എന്ന് നമുക്ക് തോന്നിക്കും, പക്ഷേ ആത്മീകമായി ഉള്ള സ്റ്റാർവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ്, ആത്മീയതയുടെ കുറവ് നമ്മളത് അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ട ഒരു ഡെഫിസിറ്റ് അനുഭവിക്കുന്ന ഒരു ഫേസ്. ഒരു ബിലീവറിൻ്റെ ഫേസിൽ, അതായത് ഒരു ബിലീവറിൻ്റെ ലൈഫിൽ രണ്ട് തലത്തിൽ അവൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകാം. ഒന്ന്, ഭയങ്കര ബലപ്പെട്ട ഒരവസ്ഥ, ജീവിതത്തിൽ ആത്മീക അനുഭവത്തിൽ ഭയങ്കരമായിട്ട് നമ്മൾ ബലപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു, നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നു, ദൈവം നമ്മൾക്ക് വേണ്ടി അത് നടത്തുവാൻ ബലവാനാണ്, അവൻ അവൻ്റെ വാക്ക് പാലിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു പേഷ്യൻ്റ്ലി. അത് ഒരു തലം. എന്നാൽ മറിച്ച് സ്പിരിച്വൽ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത് അതൊരു വാഞ്ചയല്ല. നമ്മൾ തോന്നും, ഇതെനിക്ക് ഭയങ്കര വാഞ്ചയാണല്ലോ, എനിക്ക് കർത്താവിനെ കണ്ടിട്ടല്ലാതെ, കർത്താവിൻ്റെ ഒരു ശബ്ദം കേട്ടിട്ടല്ലാതെ ഞാൻ കർത്താവിനെ വിടുകയില്ല, ഞാൻ എന്തായാലും വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാണ്, ഇനിയിപ്പം ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടല്ലാതെ, ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടല്ലാതെ, മറ്റുള്ളവരുടെ മുന്നിൽ മാനിക്കപ്പെട്ടിട്ടല്ലാതെ എനിക്കിനി വേറൊരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമാണ് ഈ സ്പിരിച്വൽ സ്റ്റാർവേഷൻ. ഇനി വ്യക്തമായി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഫേസ് എന്താണെന്നുള്ളത് പഠിക്കാം. ഒന്ന്, സ്പിരിച്വൽ ഹങ്കറിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ അറിയാനുള്ള വാഞ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ചില സവിശേഷതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ അറിയാനുള്ള വാഞ്ചയാണ് എൻ്റെ അൾട്ടിമേറ്റ് ആഗ്രഹമെങ്കിൽ, അതായത് കർത്താവിനോടുള്ള എൻ്റെ പ്രിയമാണ് ആ വാഞ്ചയുടെ കാരണമെങ്കിൽ, തീർച്ചയായിട്ടും അതിനകത്ത് എനിക്കൊരു പേഷ്യൻസ് ലെവൽ കാണും. അതായത് ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും. അതായത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യത്തില്ല. ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മറുപടി ലഭിക്കുന്നിടം വരെ ഞാൻ അരോചകമായിട്ടോ അല്ലെങ്കിൽ ക്ഷമ നഷ്ടപ്പെട്ടവളായിട്ടോ ആയിരിക്കില്ല. ബട്ട് ഐ വുഡ് റാദർ വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദ ലോർഡ് ഫോർ ഹിസ് ടൈമിങ്. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം വിഷയത്തെ റിലീസ് ചെയ്യാനും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാനും ഞാൻ സൈലൻ്റ്ലി വെയിറ്റ് ചെയ്യുന്ന ഒരു ഫേസാണ് സ്പിരിച്വൽ ഹങ്കർ എന്ന് പറയുന്നത്. വേറാസ് സ്പിരിച്വൽ സ്റ്റാർവേഷനിൽ പേഷ്യൻസ് കാണില്ല, വെയിറ്റ് ചെയ്യാണ്. രണ്ടിലും ഞാൻ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ സ്റ്റാർവേഷനിൽ നമുക്ക് വിശക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക് കരുതാം. വെൻ യു ആർ ഹംഗ്രി ഫോർ ഫുഡ്, നമുക്ക് രാവിലെ കഴിച്ചില്ല, നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചില്ല, ഡയറക്റ്റ് വൈകിട്ടാണ് കഴിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തിട്ട് കഴിക്കുന്ന ഒരു ഫേസ്, എന്തുമായിക്കോട്ടെ, വിശപ്പിൻ്റെ ഒരു കോൺസെപ്റ്റ് എടുക്കാം. നമുക്ക് വിശപ്പുള്ളപ്പം നമ്മൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുമോ, അതോ നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു വെപ്രാളം അല്ലെങ്കിൽ ഒരു വാഞ്ച കാണും അല്ലേ? അപ്പം 2 രീതിയിലാകാം. ഒന്ന്, വാഞ്ച, ഓക്കെ എനിക്ക് കഴിക്കണം, എനിക്ക് രാവിലെ കഴിക്കാൻ പറ്റിയില്ല, എനിക്ക് ഉച്ചയ്ക്കെങ്കിലും കഴിക്കണം, സമയം കണ്ടെത്തി ഞാൻ കഴിക്കണം, അതൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാൻ ഒത്തിരി സ്ട്രെസ് ചെയ്യാനോ, ഉച്ചയ്ക്ക് പോകുന്നു കഴിക്കുന്നു, ഭക്ഷണം വാങ്ങിച്ചത്രേ ഉള്ളൂ. അതേസമയം സ്റ്റാർവേഷൻ എന്ന് പറയുമ്പോൾ പട്ടിണി കിടന്നിട്ട് കഴിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശക്കുകയാണ്. അപ്പം എനിക്കുള്ള വാഞ്ചയല്ല, ഞാൻ ഭയങ്കര ഗ്രീഡി ആയിരിക്കും, എനിക്ക് കഴിച്ചേ പറ്റൂ, എന്ത് സംഭവിച്ചാലും ജോലി തീർന്നില്ലെങ്കിലും ഞാൻ പോയി കഴിച്ചിട്ട് ഇനി എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പം ആ ഒരു ലെവല്, അപ്പം രണ്ടിനും വ്യത്യാസമുണ്ട്. വിശപ്പ് തോന്നിയിട്ട് കഴിക്കുന്നത് കൊണ്ട്, മറ്റേത് ഒരു ഫ്രസ്ട്രേഷൻ ലെവൽ, ഇതുവരെ എനിക്ക് ജോലി തിരക്ക് കാരണം കഴിക്കാൻ പറ്റിയില്ല, ഇനിയിപ്പോൾ കഴിച്ചിട്ടേ ഞാൻ ബാക്കി എന്തും ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അത് വേറൊരു തലമാണ്. സെയിം ആണ് ആത്മീയ രീതിയിലും. നമ്മളൊരു വിഷയത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു, കർത്താവുമായിട്ടുള്ള ആഴമായിട്ടുള്ള ബന്ധം ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുന്നു. സ്പിരിച്വൽ ജേർണിയിൽ ആത്മീക അഭിഷേകത്തെ പറ്റിയുള്ള ക്ലാസ്സുകൾ കേട്ടിട്ട് എനിക്ക് ടങ്സ് പ്രാപിക്കണം, എനിക്ക് പുതിയ ലാംഗ്വേജുകൾ പ്രാപിക്കണം, എനിക്ക് വിഷൻസ് കാണണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, അനേക യൂത്ത്സ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്നൊക്കെ കരുതി നമ്മൾ കുറേ ആത്മീയത്തിൽ കയറി വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഫേസ് ഉണ്ട്. അന്നേരം 2 രീതിയിൽ നമ്മുടെ റെസ്പോൺസ് പോകാം. ഒന്ന്, നമ്മൾ പേഷ്യൻ്റ്ലി കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ പട്ടിണി കിടന്നിട്ട് എന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ലല്ലോ കർത്താവ്, അതിനകത്ത് ഗ്രംബ്ലിംഗ് ഉണ്ട്. ഇസ്രായേലിൻ്റെ കാര്യം പറഞ്ഞ പോലെ മർമറിങ് കാണും, നീ തരുന്നില്ലല്ലോ, ഞാൻ എത്ര നാളായിട്ട് നിന്നോട് ചോദിക്കാതെയമേ, നീ എന്താ എനിക്ക് മാത്രം തരാതെ. അത് മാത്രമല്ല, അവിടെയും തീരുന്നില്ല,
ഐ വിൽ സ്റ്റാർട്ട് കമ്പയറിങ് മൈസെൽഫ് വിത്ത് അതേഴ്സ്. ഞാൻ വേറെ വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്യും. വേറെ വ്യക്തികൾ പ്രാപിച്ചവരുമായിട്ട് ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ള ഞാൻ കമ്പയർ ചെയ്തിട്ട് ഞാൻ എന്നെ ചെറുതായിട്ട് കാണും. കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിനെ സംബന്ധിച്ച് ദൈവത്തിന് എ ആൻഡ് ബി എന്ന വ്യക്തി രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. നാം ഓരോരുത്തരും ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളാണ്. പക്ഷെ കർത്താവിനെ സംബന്ധിച്ച് ഓരോ വ്യക്തിക്കും ഒരു വ്യക്തിത്വമുണ്ട്. കർത്താവിനെ സംബന്ധിച്ച് ഓരോ വ്യക്തിയും പ്രാപിക്കേണ്ട ഒരു സമയമുണ്ട്. ദൈവത്തെ സംബന്ധിച്ച് ഓരോ വ്യക്തിയുടെയും വിടുതലിന് തൻ്റെ പദ്ധതി ടൈം ലൈനായിട്ട് ദൈവം ഒരു സമയം എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയമാകാതെ അത് വെളിപ്പെടില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളുടെ അമിത എന്താ പറയണ്ട റഷ് കാരണം നമ്മൾ ഇറങ്ങിത്തിരിക്കും ഇനി പ്രാപിച്ചിട്ടല്ലാതെ. പക്ഷെ ആത്മീക ജേർണിയിൽ നമ്മൾ അങ്ങനെ ഒരു വാശിയോടല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഔട്ട് ഓഫ് ലവ് ആണ് ഞാൻ എടുത്തിരിക്കുന്ന പോർഷൻ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ജോൺ ചാപ്റ്റർ 11 വേഴ്സസ് 1 to 46. അതിന് സപ്പോർട്ടിംഗ് വേഴ്സസ് മാത്രമായിരിക്കും വായിച്ചു പോകുന്നത്. അപ്പോൾ ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു വേഴ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. വേഴ്സ് 3 ഇംഗ്ലീഷിൽ ആദ്യമേ വായിക്കാം. സോ ദ സിസ്റ്റർ സെൻറ്റ് വേർഡ് ടു ജീസസ്, ലോർഡ് ദ വൺ യു ലവ് ഇസ് സിക്ക്. എന്താണ്? മേരി മാർത്തയും യേശുവിനെ അറിയിക്കുന്ന ഒരു വാർത്തയുണ്ട്. ലോർഡ് ദ വൺ യു ലവ് ഇസ് സിക്ക്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്നു, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ജീവിതത്തിൻ്റെ ദൈവമായിട്ട് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഫേസിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈസ് ദാറ്റ് ദൈവത്തിന് നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വളരെ വ്യക്തമായി തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മേരിക്കും മാർത്തയ്ക്കും കൃത്യമായ ബോധ്യമുണ്ട് ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു. ആദ്യത്തെ തിരിച്ചറിവ്, നമ്മുടെ വിശ്വാസിയുടെ ആദ്യത്തെ തിരിച്ചറിവ്, ലോർഡ് ലവ്സ് മീ, മൈ ഗോഡ് ലവ്സ് മീ. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. തിരിച്ചായിരിക്കും ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ പറഞ്ഞതിനെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു ദൈവമേ നിന്നെ, എൻ്റെ ബ്രദർ മരിച്ചു, അങ്ങനെ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തോട് യേശുവിനോട് അറിയിക്കുകയാണ്, ലോർഡ് നീ സ്നേഹിക്കുന്നവൻ ദീനമായിട്ട് കിടക്കുന്നു. അവർക്ക് ആ തിരിച്ചറിവ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും കാരണം ആ സ്പിരിച്വൽ ഹങ്കർ ഉള്ളപ്പോഴാണ് ആ തിരിച്ചറിവ് ഉള്ളത്. ഞാൻ 2 ഫേസിനെയാണ് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഒരു 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആത്മീക വാഞ്ചയാണ്. അതായത് വളരെ ബലപ്പെട്ട് ദൈവം യേശു എപ്പോഴൊക്കെ സമയം കണ്ടെത്തി വചനം പറയാൻ ഷെയർ ചെയ്യാൻ കണ്ടെത്തിയ ഒരു ഭവനമാണ് മേരിയും മാർത്തയുടെയും ഭവനം. സമയം കിട്ടുമ്പോഴൊക്കെ അതിലൂടെയൊക്കെ പാസ് ബൈ ചെയ്യുമ്പോൾ അന്ന് വചനം ഷെയർ ചെയ്ത് ഡിസ്കോഴ്സസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നൊരു വീടാണത്. അപ്പം യേശു വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്ന, യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന, യേശുവുമായിട്ട് പല വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തിരുന്നൊരു കുടുംബമാണ്. അപ്പോൾ അവർ ബലപ്പെട്ട ഒരു കുടുംബമായിട്ടാണ് നമ്മൾ അവരെ കരുതുന്നത്. ആ ഒരു ബലപ്പെട്ട ഫേസിൽ അവർക്കുള്ളൊരു തിരിച്ചറിവുണ്ട്, അതായത് യേശുവിന് ഞങ്ങൾ പ്രിയപ്പെട്ടതാണ്. ഇതുപോലൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ബലപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്കുള്ള ഒരു വിചാരം, നമുക്ക് ഉണ്ടാകേണ്ട ഒരു വിചാരം, ഐ ആം പ്രഷ്യസ് ടു മൈ ഗോഡ്. വേറെ ആർക്കും പ്രഷ്യസ് അല്ല എങ്കിലും, വേറെ ആരെന്ത് പറഞ്ഞാലും, ലോകത്തിന് ഒരു പക്ഷേ 100 ഓപ്ഷൻസ് കാണുമായിരിക്കാം. നിനക്ക് പകരം ലോകത്തിനും നിന്റെ വർക്ക് പ്ലേസിലും നിന്റെ ഫ്രണ്ട്സിനും എല്ലാം 10 ഫ്രണ്ട്സിനെ പുതിയത് കിട്ടും. പക്ഷെ ദൈവത്തിന് God doesn't have a substitute for you. God doesn't have a substitute in his kingdom also. കിങ്ഡം ബിൽഡിംഗ് പ്രോസസ്സിൽ ഓൾസോ ദൈവത്തിന് എക്ക് പകരം ദൈവം ബി എ വെക്കില്ല. എന്നാൽ എ റെഡി അല്ല എങ്കിൽ ദൈവം ബി എന്ന വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് ശുശ്രൂഷ നടത്തും എന്നുള്ളത് സത്യമാണ്. പക്ഷെ എ മറിതള്ളി, ഇനി നീ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ടവനല്ല, നീ പാപത്തിൻ്റെ വഴിയെ പോയി, അല്ലെങ്കിൽ നീ മരിച്ചു, നീ എന്നിൽ നിന്ന് അകന്നു പോയി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. മരിച്ചുവെന്ന് മറ്റുള്ളവർ വിധി എഴുതി 4 ദിവസം കഴിഞ്ഞു, എത്ര ദിവസം കഴിഞ്ഞാലും you are still alive for God. You are still burning with fire for God. When you see yourself as dead, when you see that you are nothing, when you see that you can't do anything, the Lord your God sees the other version of you. When you feel that you can't be used for God, you ഒത്തിരി പ്രതീക്ഷയോടെ ആത്മീയ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചു, ഒത്തിരി പ്രതീക്ഷയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ പുതിയ കൃപകളാൽ എന്നെ നിറയ്ക്കണമേ, കർത്താവെ ഇന്ന വിഷയങ്ങൾക്കൊരു മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി ദിവസങ്ങൾ ഉണ്ടായേക്കാം. അതിനൊന്നും ഈ നിമിഷം വരെ നിങ്ങളുടെ ജീവിതത്തിൽ മറുപടി ലഭിച്ചിട്ടില്ലായേക്കാം. പക്ഷെ വചനം വളരെ വ്യക്തമായി പറയുന്നു,
മരിച്ചു കിടക്കുന്നവൻ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും വ്യക്തി, ഏതെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ അലൈവാണ്, പക്ഷെ നിന്റെ ജീവിത വിഷയങ്ങളിൽ നീ മരിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ, നിന്റെ വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈക്വൽ ടു ഡെഡ് ആണ് എങ്കിൽ, God is there for you today. He is somebody who is seeing you alive. He doesn't see you as dead. When you see yourself as dead, God is seeing you with all might and power and energy. നിന്നെ ക്രിയേറ്റ് ചെയ്തപ്പോൾ, നിന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇഗ്നൈറ്റ് ചെയ്ത് ചൂസ് ചെയ്ത് നിന്നെ വിളിച്ചിറക്കിയപ്പോൾ, നിന്നെ ഏത് തീയോടുകൂടാണ് ദൈവം നിന്നെ അനോയിന്റ് ചെയ്തത്, ആ തീ നിന്റെ ഉള്ളിൽ ഇന്നുമുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് യു ഹാവ് ടു റിയലൈസ് ഇറ്റ്. സ്പിരിച്വൽ ഹങ്കർ, അതായത് ദൈവത്തോടുള്ള ഭയങ്കര വാഞ്ചയുടെ ഫേസിൽ നമുക്ക് പറയാൻ ഈസിയാണ്, ദൈവമേ നീ ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ, പക്ഷെ ഒന്നും മറുപടി കിട്ടാതെ വലഞ്ഞ് ടയേർഡായിരിക്കുന്ന ഫേസ് ഉണ്ട്. എങ്ങനെ കർത്താവേ, എന്നാ കർത്താവേ, വൈ ലോഡ്, വൈ മീ, വെൻ ലോഡ്, എന്നാണ് വിടുതലിൻ്റെ ദിവസം? ആ ഫേസിലാണ് നമ്മൾക്ക് ഈ തിരിച്ചറിവ് കുറഞ്ഞു പോകുന്നത്. ഒന്നാമതായി ഈ ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, തുടക്കത്തിൽ മേരിക്കും മാർത്തയ്ക്കും ലാസറസിനും യേശു എന്നാൽ എല്ലാമായിരുന്നു. എന്നാൽ പിന്നീട് നമുക്കൊരു 22-ാം വാക്യം കഴിയുമ്പോൾ കാണാൻ സാധിക്കും, മേരി ചോദിക്കുന്നുണ്ട്, മാർത്ത ചോദിക്കുന്നുണ്ട്, ഇഫ് യു ഹാഡ് ബിൻ ഹിയർ, യേശുവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. സ്നേഹമില്ലാഞ്ഞിട്ടാണോ മേരി മാർത്ത അത് പറയുന്നത്? ഒരിക്കലും അല്ല. പക്ഷെ എന്നാലും അവരുടെ ഉള്ളിലെ ഫെയ്ത്ത്, ഹോപ്പ്, ട്രസ്റ്റ് എല്ലാം പോയൊരു ഫേസാണ് അത്. അപ്പം അവർക്കതങ്ങനെ സംഭവിച്ചുവെങ്കിൽ, ഇന്ന് ഞാൻ വീണ്ടും എല്ലാവരെയും ഓർപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എത്ര വിശ്വാസത്തിൽ ബലപ്പെട്ട ഒരു ഫേസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം, ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പുറമോട്ട് മാറി നിൽക്കുന്ന ഫേസ് ആയിരിക്കാം. നത്തിങ് ഈസ് എ ഹിൻഡ്രൻസ് ഫോർ ഗോഡ്. നീ നിന്റെ തലത്തിൽ ദൈവവുമായിട്ടുള്ള എങ്ങനെയെന്നുള്ളതല്ല ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള മാനദണ്ഡം, ബട്ട് റാദർ നീ ദൈവത്തെ അറിയുന്നോ ഇല്ലയോ, നീ ദൈവത്തിൻ്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുന്നോ ഇല്ലയോ, നിന്റെ വിശ്വാസത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്കൊരു ശകലം, ഒരു തിരി വിശ്വാസം ഉണ്ടെങ്കിൽ, God can move the mountains for you, because the word of God says that his faithfulness does not depend on how faithful you are to him, rather his faithfulness depends upon how dearly he loves you. God does something for you because he loves you, not because I deserve it. എനിക്കത് കിട്ടേണ്ടിയുണ്ടോ, ഞാൻ അർഹതയുള്ളവളുണ്ടോ അല്ല. ദൈവത്തിൻ്റെ അതിമഹത്തായ സ്നേഹം, ദൈവത്തിൻ്റെ അതിമഹത്തായ കൺസേൺ നമുക്ക് വേണ്ടി ഇന്നും അത് ജീവിക്കുന്നു. ദാറ്റ് ഈസ് വൈ ഈവൻ ടുഡേ ഫോർ യു ഗോഡ് കെൻ ഡു മിറക്കിൾസ് ഫോർ യു. വചനം ഇങ്ങനെ പറയുന്നു, മേരിയും മാർത്തയും പറയാ, if you had been here, my brother would not have died. But I know that even now God will give you whatever you ask. വളരെയധികം ശ്രദ്ധിക്കണം. ഇതാണ് ഇഫ് യു ഹാഡ് ബിൻ ഹിയർ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, മലയാളത്തിൽ എങ്കിൽ. രണ്ടാമത്തെ 22-ാം വാക്യം, ബട്ട് ഐ നോ, എന്നാലും ദൈവമേ എനിക്കറിയാം, നിനക്ക് ഇപ്പോഴും അത് സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളെല്ലാവരോടും പറയും, ബലപ്പെട്ട് നിൽക്കുകയാണ്, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ നമ്മുടെ സംസാരം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇഫ് കർത്താവ് വരുമായിരിക്കും, വന്നേക്കാം, വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തേക്കാം, എന്നാലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ എന്നാലും, വന്നേക്കാം, ചെയ്തേക്കാം, ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തെ കാണിക്കുകയല്ല. നമ്മൾ ഓർക്കും, നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പറയുമ്പോൾ ഓർക്കും ഇത് വിശ്വാസത്തെ, പക്ഷേ ഇതൊന്നും വിശ്വാസത്തെ അല്ല കാണിക്കുന്നത്. അതുകൊണ്ട് നാം ഒരു ദൈവപൈതലായിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ഒക്കെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ദൈവം ചെയ്തേക്കാം എന്നല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യും. There's a difference between ചെയ്തേക്കാം and ചെയ്യും. So let our words be founded on the word of God. Let whatever we say, നമ്മൾ പറയുന്നതെല്ലാം അത് ദൈവത്തിൻ്റെ വചനത്തിന് അടിസ്ഥാനമായി പറയട്ടെ. കാരണം നമ്മുടെ വായിൽ നിന്ന് എന്താണോ നമ്മൾ പറയുന്നത്, അതാണ് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസമാണ് പുറത്തോട്ട് വരുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തേക്കാം എന്നല്ല, ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യും. എനിക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ എൻ്റെ ദൈവം അത് ആർക്ക് വേണ്ടി ചെയ്യും. ദാറ്റ്സ് ഹൗ വി ഷുഡ് സേ ഇറ്റ്. വചനം ഇങ്ങനെ പറയുന്നു, വേഴ്സ് 6, 6-ാം വാക്യത്തിൽ, So when he heard that Lazarus was sick, he stayed where he was for 2 more days. യേശു കേട്ടു ലാസറസ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടു. 6-ാം വാക്യം. അപ്പോൾ 2 ദിവസവും കൂടെ അവിടെ നിന്ന് ലേറ്റായിട്ട് പോകാൻ യേശു തീരുമാനിക്കുക. അപ്പം നമുക്ക് തോന്നും, എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്, ഇത്രയൊരു സീരിയസ് ഘട്ടമായിട്ട് പോലും വളരെ കൂളായിട്ട് ആക്ട് ചെയ്യുന്ന യേശു. ബിക്കോസ് യേശുവിനറിയാം ഇവർ ബലപ്പെട്ട ഒരു കുടുംബമാണ്. പക്ഷെ യേശുവിന് ബലപ്പെട്ട ഒരു കുടുംബത്തിൽ യേശു അയക്കുന്ന വേറൊരു സംഭവം ഉണ്ട്, അതിന് പ്രതിസന്ധി. യേശുവിനത് അയച്ചേ പറ്റൂ. കാരണം എന്താണെന്നറിയാമോ,
ഇവർ ഇത്രയും നാളും പ്രാപിച്ച് അല്ലെങ്കിൽ വചനം വായിച്ച് ഓരോ ഡിസ്കഷൻസ് ഒക്കെ നടത്തി എന്താണ് പ്രാപിച്ചെന്നുള്ളത് അറിയാനുള്ളൊരാഗ്രഹം യേശുവിനില്ലേ? ഇവർ ഇത്രയൊക്കെ എൻ്റെ പാദപീഠത്തിങ്കിലിരുന്ന് വചനം കേൾക്കുന്നു, ഞാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നു, എന്നെ ഇത്രയ്ക്ക് നല്ലതായിട്ട് ഹോസ്പിറ്റാലിറ്റി കാണിച്ച് എനിക്ക് സെർവ് ചെയ്യുന്നു. ബട്ട് യു നോ വാട്ട്, സംടൈംസ് ഗോഡ് വാണ്ട്സ് ടു ടെസ്റ്റ് യു. And we cannot complain. You know why God tests us? Because He wants to know the depth of your love. He wants to know the depth of your faith. അതുകൊണ്ട് ഇന്ന് കർത്താവ് ഇത്രയും നിന്നോട് ചേർന്ന് നിന്നിട്ട് എന്തെങ്കിലും ഈ കഷ്ടത ഞങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ ഒറ്റ ഉത്തരേ അതിനുള്ളൂ. ബിക്കോസ് ഇത്രയും നാൾ നിങ്ങൾ പറ്റി നിൽക്കുകയായിരുന്നു ദൈവത്തോട്. ഇത്രയും നാൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനെ അടിസ്ഥാനമാക്കി ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ദൈവം നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസാണ്. ദൈവത്തിനൊരു പ്രൂവിങ് ലെറ്റർ എഴുതി സൈൻ ഇട്ട് ഹി വാണ്ട്സ് ടു മേക്ക് യു പാസ് ദിസ് ടെസ്റ്റ്. ഹി ഡസൻറ്റ് വാണ്ട് ടു ഫെയിൽ യു. സംടൈംസ് വെൻ വി ഗോ ത്രൂ സർട്ടൻ ഫേസസ് ഓഫ് അവർ ലൈഫ് വി തിങ്ക് ഗോഡ് ഇസ് നോട്ട് ദെയർ. We feel God wants to fail us, but in fact He doesn't want to. There is always an example. ഒരു ടെസ്റ്റ് ഇടുമ്പോൾ ഒരു ടീച്ചർ എന്താ മിണ്ടാതിരിക്കുന്നത്? ബിക്കോസ് ടെസ്റ്റ് ചെയ്യുന്ന ടീച്ചർ പറയണം ഈ കുട്ടിക്ക് ശരിക്കും എത്ര കാലിബർ ഉണ്ട്, എത്ര കഴിവുണ്ട്, എത്രത്തോളം അവൾക്ക് പഠിച്ചത് പ്രൊഡ്യൂസ് ചെയ്ത് പേപ്പറിൽ എഴുതാൻ സാധിക്കുന്നുണ്ട്. സെയിം വേ ഇത്രയും നാൾ മേരി, മാർത്ത, ലാസറസ് എന്താണ് പ്രാപിച്ചത്? അതാണ് ഈ സിറ്റുവേഷനിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 22 വാക്യങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ടെസ്റ്റിൽ അവർ ചെറുതായിട്ട് ഫെയിൽ ചെയ്ത് തുടങ്ങുക. അവർ വാക്കുകൾ കൊണ്ട് പ്രതീക്ഷ കൈവിട്ടു. വചനം ഇങ്ങനെ പറയുന്നു 35 വാക്യത്തിൽ, ജീസസ് വെപ്റ്റ്. യേശു കരഞ്ഞത് ഇവരുടെ വിശ്വാസം പോകുന്ന കണ്ടിട്ടൊന്നുമല്ല. യേശുവിന് അതിലൊന്നും ഒരു വിഷമമില്ല. കാരണം യേശുവിന് അറിയാം ഇവർ പിടിച്ച് നിൽക്കത്തില്ലെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും യേശുവിന് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമായിരുന്നു, ഇവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ, ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടന്നാൽ ആ നാട്ടിൽ മാത്രമല്ല ഇത്രയും നാളും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്ന ഈ കുടുംബത്തിൽ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാക്ഷ്യമായി തീരുന്നുള്ളത് യേശുവിന് അറിയാമായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവം കൊണ്ടുവരുന്ന പ്രതിസന്ധികൾ എന്തിനെന്ന് ചോദിച്ചാൽ നിന്റെ ലൈഫ് ടൈമിൽ, നിന്റെ ലൈഫ് ടൈം ലൈനിൽ ഏറ്റവും വലിയ റിമൈൻഡറായിട്ട് നിനക്ക് എന്നും കർത്താവിനെ ഓർക്കാനുള്ള ഒരു ഇൻസിഡൻ്റ് ആയിട്ട്, എന്നും ദൈവത്തോട് നന്ദിയുള്ളവളായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ചില പ്രതിസന്ധികളെ ജീവിതത്തിൽ അയക്കുന്നത്. അതുകൊണ്ട് നാം ബലപ്പെട്ടിരിക്കുമ്പോൾ മാത്രമല്ല ദൈവം നമ്മുടെ കൂടെ ഉള്ളത്, ബലമില്ലാതെ, ബലമുണ്ടെന്ന് നമ്മൾ മറ്റുള്ളവർക്ക് തോന്നിപ്പിച്ചേക്കാം, ബലമില്ലാതെ സ്റ്റാർവേഷൻ ഫേസ്, അതായത് ആത്മീക പട്ടിണി എന്ന് പറയാം. എന്താണ് ആത്മീക പട്ടിണി? അതാണ് അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആത്മീക പട്ടിണി എന്ന് പറയുന്നത് ഉറങ്ങുന്ന ഫേസാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു സിമ്പിൾ എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ജീവിതം വെച്ച് നോക്കിയാൽ ഞാൻ എപ്പോഴാണ് ആത്മീക പട്ടിണിയിലാവുന്നതെന്ന് ചോദിച്ചാൽ, ഭയങ്കരമായിട്ട് ബിസി ആയിട്ട് എൻ്റെ ലൈഫിൻ്റെ സ്കെഡ്യൂൾ പോകുന്നു, എനിക്ക് ഭയങ്കര വർക്ക് ലോഡ് വരുന്നു, എനിക്ക് ഭയങ്കര ഹെവി ബേർഡൻ വരുന്നു, ജോലി തിരക്ക് കൂടുന്നു. അപ്പം എന്തോ സംഭവിക്കുന്നു, എൻ്റെ സ്പിരിച്വൽ ലൈഫ് കോംപ്രമൈസ് ആവുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ആരാധിച്ച് ആത്മീയമായി ബലപ്പെട്ട് അന്യഭാഷയിൽ ആരാധിച്ചിരുന്നതിൻ്റെ അത്രയും എനിക്ക് സമയം കിട്ടുന്നില്ല ഡ്യൂട്ടി അവേഴ്സ് കാരണം. അപ്പം ഞാൻ ഷെയർ ചെയ്യുന്ന വളരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പം ഞാൻ എന്തോ ചെയ്യുന്നു, ഐ സ്റ്റാർട്ട് ജഡ്ജിങ് മൈസെൽഫ്. നിങ്ങളിത് മനസ്സിലാക്കുക ഒരു സിറ്റുവേഷൻ. ഐ സ്റ്റാർട്ട് ജഡ്ജിങ്. ഞാൻ എൻ്റെ ആത്മീയത ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഞാൻ എന്നെ ബീലിറ്റിൽ ചെയ്യാൻ തുടങ്ങും. എനിക്ക് ഗിൽറ്റ് ഫീലിങ്സ് വരാൻ തുടങ്ങും. ഞാനിപ്പോൾ ബലപ്പെട്ടല്ലല്ലോ, ഞാൻ ദൈവത്തെ ഇങ്ങനെയൊന്നും അറിയേണ്ട ആളല്ലല്ലോ, ഞാൻ ഈ പുറമോട്ട് പോവാണല്ലോ. അപ്പം ഞാൻ എന്നെ കുഞ്ഞതായിട്ട് കാണുക. ഞാൻ ദൈവസന്നിധി, ഞാൻ ദൈവത്തിൽ നിന്ന് അകലോണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം കുറച്ചതിനെക്കാട്ടിൽ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്താണെന്ന് പറയുക, ഈ ഒരു ഫീലിങ്സാണ്, ഈ ഒരു ഗിൽറ്റിൻ്റെ ഫീലിങ്സാണ്. Now today I want to remind all of you that Satan is the biggest deceiver. ഏറ്റവും വലിയ കള്ളൻ സാത്താനാണ്. വേറെ ഒരു ലോകത്തിലെ കള്ളനോ നമ്മുടെ ശത്രുക്കളോ ആരുമല്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ചതിക്കുന്ന ആരാന്നറിയാം? നമ്മുടെ മനസ്സിൽ കയറി പ്രവർത്തിച്ച് സാത്താനാണ്. അവൻ വന്ന് പറയുമോ, നിനക്ക് സമയം പറ്റുന്നില്ല, നീ പണ്ടത്തെ പോലെ ബലപ്പെട്ടല്ല, ഇപ്പം നിനക്ക് പറ്റുന്നില്ല, നീ അറിഞ്ഞുകൊണ്ട് സമയം കുറേ ഗിൽറ്റ് നമ്മുടെ ഉള്ളിൽ വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അതിന് വിട്ടുകൊടുക്കരുത്. റാദർ നമ്മൾ എന്താ പറയേണ്ടത്? ദൈവസ്ഥാനതയിൽ നിനക്ക് ജോലി തിരക്കാണ് നിന്റെ തടസ്സമെങ്കിൽ ജോലി തിരക്കിൻ്റെ മധ്യ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇൻവോക്ക് ചെയ്യണം. This is what my friend advised me to do. You have to invoke the presence of God in the workplace that you are having. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. എന്താണോ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത്, ഏത് ലൈഫിൻ്റെ സ്കെഡ്യൂൾ കാരണമാണോ നിങ്ങൾക്ക് ദൈവവുമായിട്ട് അകന്നു പോകുന്നു എന്ന് പിശാച് നിങ്ങളോട് കള്ളം പറയുന്നത്, ആദ്യമേ ആ ഫീലിങ്ങിനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. ആദ്യമേ ആ ഫീലിങ്ങിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. റിമൂവ് ദാറ്റ് ഫീലിംഗ് ദാറ്റ് യു ആർ ബാക്കിംഗ് ഓഫ് ഫ്രം ഗോഡ് ആൻഡ് ദെൻ ഡോണ്ട് ഗിവ് സ്പേസ് ടു ദാറ്റ് ഫീലിംഗ്. ദെൻ വാട്ട് യു ഡു, ഫീഡ് ഇൻസൈഡ് യുവർ സെൽഫ്. നിൻ്റെ ഉള്ളിൽ നീ പറഞ്ഞു കൊടുക്കണം,
You are strong with the Lord. And the Holy Spirit is there with you. നിന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. നിന്റെ കൂടെ എപ്പോഴും വസിക്കുന്ന indwelling presence of God ഉണ്ട്. And no work burden, no schedules, nothing in this world can take you away from God's presence. Tell yourself, എന്താണോ നമുക്ക് തടസ്സമായി തോന്നുന്നത്, എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പുറമോട്ട് വലിക്കുന്നത്, അതൊന്നും നിന്നെ ദൈവത്തിൽ നിന്ന് വലിച്ചു മാറ്റുവാൻ ശക്തമല്ല. നമ്മുടെ മനസ്സിൽ തോന്നിയേക്കാം, പക്ഷെ അതൊന്നുമല്ല അളക്കുന്നത്. ദൈവമാണ് നമ്മളെ അളക്കുന്നത്. അവനുമായിട്ടുള്ള ബന്ധം ദൈവമാണ്. ദൈവം അത് അളക്കുമ്പോൾ അത് ദൈവം അതിൻ്റെ റിസൾട്ട് എഴുതിക്കോളും. യു ഡോണ്ട് റൈറ്റ് ദ റിസൾട്ട്. നമ്മൾ റൈറ്റ് ചെയ്യരുത്. നമ്മൾ റൈറ്റ് ചെയ്താൽ പിശാച് അത് നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയും. നീ ബലപ്പെട്ട അല്ല എന്ന് നമ്മളോട് പറയും. പക്ഷെ നമ്മൾ ആത്മാവിൽ ചലിക്കണം. പോകുന്ന വഴി അന്യഭാഷ പറയുക, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, സമയം കിട്ടുമ്പോൾ വാട്സാപ്പിൽ അല്ലെങ്കിൽ നമ്മൾ മൊബൈലിലെടുത്ത് വചനം വായിക്കുക. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബാറ്റിലിനെ ഫൈറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വിട്ടുകൊടുത്ത് ആത്മീക പട്ടിണിയിലാണ് ഞാൻ, ഇനി അടുത്തൊരു കാലം വരും ആത്മീക ഉണർവിൻ്റെ, അന്ന് ഞാൻ കയറി വന്നോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കൃപയാണ്. ഈ ഒരു നെക്സ്റ്റ് കൊറോണ വേവ് കഴിഞ്ഞുള്ള ഈ സ്പിരിച്വൽ റിവൈവലിൽ God wants a generation who has indwelling Holy Spirit in them. അതായത് എപ്പോഴും ചലിക്കുമ്പോൾ ആത്മാവിൽ ചലിക്കുന്നവരെയാണ് കർത്താവിന് വേണ്ടിയത്. അല്ലാതെ ഫുൾ ടൈം നമ്മൾ എന്താ പറയേണ്ടത്, ദൈവസന്നിധി ഇരിക്കുന്നതിനെക്കാട്ടിലെ പ്രയോജനം എന്താണെന്ന് പറയാം. നിന്റെ ജീവിതത്തിൽ, നിന്റെ വാക്കുകളിൽ, നിന്റെ പ്രവൃത്തിയിൽ, നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും കർത്താവിന് മഹത്വം കിട്ടുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം വിശ്വാസത്തോട് പോവുക. വചനം ഇങ്ങനെ പറയുന്നു, വേഴ്സ് 20 വായിക്കാം. Verse 20 ഇങ്ങനെ പറയുന്നു, when Martha heard that Jesus was coming, she went out to meet him, but Mary stayed at home. മാർത്ത ഓടിപ്പോയി, മേരി വീട്ടിൽ നിന്നു എന്നാണ് പറയുന്നത്, യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ. ഇതൊക്കെ കാണിക്കുന്നത് ആ ഒരു വളരെ ഡിപ്രഷൻ ഫേസ് ആണ്. സ്വന്തം ബ്രദർ മരിച്ചു, ഇത്രയും നേരം നീ എവിടെ ആയിരുന്നു യേശുവെ എന്നുള്ളൊരു വളരെ നിരാശയുള്ളൊരു അനുഭവത്തെയാണ് കാണിക്കുന്നത്. ഇനി വേഴ്സ് 21 നോക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ, നീ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ബ്രദർ മരിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം കടന്നു പോകുന്ന ഈ ഒരു പട്ടിണി, ആത്മീയ പട്ടിണിയുടെ ഫേസ്, ഇതൊരിക്കലും ഒരു എൻഡ് അല്ല, ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്. നമ്മുടെ ആത്മീക ജേർണിയുടെ നെക്സ്റ്റ് തലത്തിലോട്ട് നമ്മൾ കയറുവാണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ട് എങ്കിൽ നമുക്ക് ഇവിടുന്ന് നല്ലതായിട്ട് കയറി വരാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്ന ഇവിടെ തീർന്നു, ഇനി എൻ്റെ പഴയ ആത്മീയത പോയി, ഇനി എൻ്റെ ലൈഫ് സെറ്റിൽ ആകാതെ എനിക്കൊരു പുതിയ ലെവൽ പ്രാപിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നിന്നെ ഏറ്റവും കൂടുതൽ പ്രഷറൈസ് ചെയ്ത് നിന്നെ സാത്താൻ വലിച്ചു മുറുക്കുന്നു, അല്ലെങ്കിൽ നിന്റെ പ്രതിസന്ധികൾ നിന്നെ വലിച്ചു മുറുക്കുന്നു എന്ന് എപ്പം തോന്നുന്നോ അന്ന് നീ മനസ്സിലാക്കിക്കോണം, നിന്റെ ട്രാൻസിഷൻ പോയിന്റ് തുടങ്ങി. ഇത്രയും നാളും ആക്ച്വലി സുഖമായിരുന്നു, ഇത്രയും നാളും വെറും സ്പിരിച്വൽ ഹങ്കർ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെയൊക്കെ അങ്ങേ അറ്റം നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. ശരിക്കും നീ ദൈവത്തോട് ചോദിച്ചത് എന്താ? കർത്താവിനെ അറിയാനല്ലേ ചോദിച്ചേ? ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനല്ലേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ദൈവം അയക്കുന്നതും പ്രാപിക്കാനുള്ള ഫേസാണ്. എല്ലാം പ്രതിസന്ധികൾ ഒരുമിച്ച് വരുമ്പോൾ ഒറ്റ കാര്യം മാത്രം, റിമൈൻഡ് യുവർ സെൽഫ് ദാറ്റ് ഫോർ ഗോഡ് 4 days is not an end. 4 days is the beginning to a new story. 4 days is the beginning to a new revival. 4 days is the beginning to a new resurrection of your life. When you feel that your life has ended, it is not the end, but rather a resurrection to your next phase. ഇന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി, ഏതെങ്കിലും നിങ്ങളുടെ പെൻഡിങ് വിഷയങ്ങൾ, നിങ്ങളുടെ ലിസ്റ്റുകളിൽ ഇന്നും ടിക്ക് ചെയ്യാതെ വർഷങ്ങളായി കിടക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ, മറന്നുപോയ ചില വിഷയങ്ങൾ, അറിഞ്ഞുകൊണ്ട് എഴുതി തള്ളിയ വിഷയങ്ങൾ, ഇന്ന് ലാസറിനെ മരിച്ചു എന്നറിഞ്ഞിട്ടും അറിഞ്ഞുകൊണ്ട് ലേറ്റായി 4 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ലാസറെ എഴുന്നേക്കെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച ദൈവ സാന്നിധ്യം ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആസ് എ ഡോക്ടർ, ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ എം സ്പീക്കിംഗ്. I had done COVID duty many a times, and I had seen patients reviving from ground zero. I've seen patients coming back to life. I've seen patients surviving from nowhere. I've seen the Lord's ഗുഡ് വർക്ക്സ്. ഞാൻ ദൈവത്തിൻ്റെ കരം കണ്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഉറപ്പോടും വളരെയധികം വിശ്വാസത്തോടും കൂടെ ഞാൻ പറയുന്നു, നീ എഴുതി തള്ളി നാറ്റം വന്നു എന്ന് പറയുന്ന ഏതൊരവസ്ഥയിലും I am telling you, medically also, if God can do it, medically also nothing can be done. My God, Jesus Christ can do anything for you. നീ ട്രസ്റ്റ് ചെയ്യുവാണെങ്കിൽ, നീ ആ വിഷയത്തിനെ നോക്കി കൈ കാണിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുവാണെങ്കിൽ,
ഇഫ് യു സേ താങ്ക്സ്, ദൈവത്തോട് അത് സംഭവിക്കുന്നതിന് മുമ്പായി തന്നെ സ്തുതിച്ച് ദൈവത്തോട് നന്ദി പറയുവാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു സാക്ഷ്യം തരാൻ ദൈവം മതിയായവനാണ്. യു നോ വൈ? ബിക്കോസ് യു ഹാവ് എ ഡിസയർ ഫോർ നോയിങ് ദ ലോഡ്. എന്തുകൊണ്ടാണെന്നറിയാമോ ഏതൊരു പ്രതിസന്ധിയിലും ദൈവം നമ്മുടെ കൂടെ ഉള്ളത്? കാരണം നിന്റെ ഉള്ളിൽ ഒരു തീ ഇട്ടിട്ടുണ്ട്. അത് അണയുന്ന തീയല്ല. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഗോഡ് ഹാസ് ബ്ലെസ്ഡ് യു വിത്ത്. നിന്റെ ഉള്ളിൽ ദൈവം ആഴത്തിലിട്ടിരിക്കുന്ന തീയാണ്. അതിനെ കെടുത്തുവാൻ ഒന്നിനും സാധിക്കില്ല. അതിനെ കെടുത്തുവാൻ ഒരു ശക്തിക്ക് സാധിക്കില്ല. Today, from my life experience, I want to reassure all those who are listening to me, ഏതു വിഷയമായിക്കോട്ടെ ദൈവസന്നിധിയിൽ ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്യുക. ക്ഷമയോട് വെയിറ്റ് ചെയ്തിട്ട് ദൈവം തന്നില്ല എങ്കിൽ നമുക്ക് റൈറ്റ് ഉണ്ട് പറയാൻ. ക്ഷമയില്ലാതെ വെയിറ്റ് ചെയ്ത് എന്താ പറയണ്ടേ, പ്രാർത്ഥിക്കുന്നുമില്ല, വചനം വായിക്കുന്നുമില്ല, പക്ഷെ ആൾക്കാർ നോക്കുമ്പോൾ എന്തുവാ, വിടുതലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ആൾക്കാരെ കൊണ്ട് എന്താ പറയണ്ടേ ബോധിപ്പിക്കാൻ മാത്രമല്ല, കർത്താവ് പറയണം അവൾ എൻ്റെ മകളാണ്, അവൻ എൻ്റെ മകളാണ്, വിശ്വാസത്തോടുകൂടെ വെയിറ്റ് ചെയ്യുന്ന അവളെ ഞാൻ നിരാശപ്പെടുത്തുകയില്ല എന്ന് ദൈവത്തിന് നമ്മളോട് തോന്നണം. ആ ഒരു ലെവലിലാകട്ടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന. 2, നാം എന്ത് വാഞ്ചിച്ചാലും, അതായത് കർത്താവിനെ അറിയണം, അന്യഭാഷ പ്രാപിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യണം, അല്ലെങ്കിൽ പ്രസംഗിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. മറ്റുള്ളവരെ പോലെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം. പക്ഷെ അതെല്ലാം ഒറ്റ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്തോണം എപ്പോഴും. ഇസ് ഇറ്റ് കമ്മിങ് ഫ്രം മൈ ലവ് ഫോർ ദ ലോഡ്? ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണോ അത് ഉത്ഭവിക്കുന്നത്? അതോ വേറെ വ്യക്തികൾ മാനിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ മാനിക്കപ്പെടാനാണോ? നീ മാനിക്കപ്പെടുവാൻ ആയിരിക്കില്ല ഒരിക്കലും ഒരു ശുശ്രൂഷ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. റാദർ നീ സംസാരിക്കുന്ന വ്യക്തി യേശു മാനിക്കപ്പെടുവാൻ. ഇന്ന് പലരും പറയുന്ന ദൈവം എന്നെ മാനിച്ചു, അതൊക്കെ മാറിയിട്ട് എൻ്റെ കർത്താവ് ഹല്ലേലൂയ അവൻ്റെ രാജ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ചിന്തകൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി വചനം ഇത് പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ജീവിതത്തിൻ്റെ ഏതൊരു ഡിപ്രഷൻ ഫേസ്, ഏതൊരു ആത്മീക പട്ടിണിയിലൂടെ കടന്നു പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലും നിങ്ങൾ ആക്ച്വലി ആത്മീക പട്ടിണിയിലല്ല. നിങ്ങളുടെ എന്തോ ഒരു വലിയ നന്മയുടെ തുടക്കമായത് ഈ സമയത്ത് പരിശുദ്ധാത്മാവിനെ ചേർന്ന് ഇൻറ്റിമസിയിൽ പിടിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെയും ചേർത്ത് പിടിക്കും. അവൻ നിങ്ങൾക്ക് വേണ്ടി അവൻ്റെ ശക്തി റിലീസ് ചെയ്ത് കാണിക്കും. അവൻ വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കാണിക്കും. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഒരു അവസരം തന്നവരോടെല്ലാം നന്ദി പറയുന്നു. സ്പിരിച്വൽ ഹങ്കർ നല്ല രീതിയിൽ കർത്താവിന് വേണ്ടി വാഞ്ചിക്കുവാൻ, കർത്താവിൻ്റെ കൃപാവരങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ, സ്വന്തം പ്രാർത്ഥന മുറിയിൽ പുതിയ കൃപകൾ പ്രാപിച്ചിട്ടേ നമ്മൾ ഇറങ്ങാവൂ. ദൈവത്തോട് ചോദിച്ച് ഫൈറ്റ് ചെയ്ത് വാങ്ങിക്കുകയല്ല ചെയ്യേണ്ടേ. പേഷ്യൻ്റ്ലി ദൈവത്തോട് സ്നേഹത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. നിന്റെ സമയം വരുമ്പോൾ ദൈവം തന്നെത്താനെ നിന്റെ മുറിയിൽ നിന്നെ അനോയിന്റ് ചെയ്യുന്ന ഒരു സമയം വരും. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നിമിഷം. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ അതിനെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.